നമ്മൾ ഇന്ന് നമ്മുടെ എപ്പോഴത്തെയും ഫേവറേറ്റ് ചാലഞ്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ഫുഡ് ചാലഞ്ച്. സോ നമ്മള് എന്ത് ഫുഡാണ് ഒരു ഐഡിയ ഇല്ല. നമ്മുടെ ക്യാമറാമാനാണ്, നമുക്ക് എന്തോ പണിയാണോ അത് നല്ലതാണോ അറിയത്തില്ല. അപ്പൊ ക്യാമറാമാൻ നമുക്ക് ഫുഡ് ചാലഞ്ച് കൊണ്ടുവരട്ടെ. ഫുഡ് ചാലഞ്ച് ആയതുകൊണ്ട് തന്നെ ഹാപ്പിയാണ്. പോരട്ടെ. ഫുഡ് റെഡി. അടുത്ത ഫുഡ് റെഡി. ഓക്കെ, ഇത് തുറക്കരുത്. മന്തിയാണോ? ഒന്നും പറയത്തില്ല. ഇതിന്റെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെയാണെന്ന്. ഫുഡ് ഞാൻ പറയുമ്പോഴേ ഒരുമിച്ച് തുറക്കാവും. ആക്ച്വലി ഇതൊരു ചലഞ്ച് ആണ്. ഇതില് ജയിക്കുന്നവർക്ക് സമ്മാനമുണ്ട്, തോൽക്കുന്നവർക്ക് പണിഷ്മെന്റും ഉണ്ട്. ഓക്കെ, ശരി. അപ്പോ ഇത് നിങ്ങൾ തുറന്നു കൊടുക്കുന്നു. എനിക്ക് തന്നെയായിരുന്നു എന്റെ മൈൻഡിൽ. ഞാൻ ഇങ്ങനെ ഇതായിരിക്കും മണം അടിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി ഇതായിരിക്കും. എങ്ങനെയുണ്ട്? ഇനി നിങ്ങളുടെ സമ്മാനം കാണണ്ടേ? ഇനി നിങ്ങളുടെ പണിഷ്മെന്റ്. ഇത് കൊറിയൻ സ്പൈസി നൂഡിൽസ് ആണ്. എനിക്ക് നൂഡിൽസ് ആണ് ഇഷ്ടമല്ല. പിന്നെ ഇപ്പൊ ഇവരോട് കൂടിയപ്പോ കുറച്ച് കഴിക്കുന്നുണ്ട്, പക്ഷെ ഇത്രയും ക്വാണ്ടിറ്റി കഴിച്ചിട്ടില്ല. ഓക്കെ, ഇനി നിങ്ങളുടെ സമ്മാനവും ഇതില് നിങ്ങളുടെ സമ്മാനവും പണിഷ്മെന്റും ഫോർക്ക് എല്ലാം മുമ്പിലുള്ള പ്ലേറ്റിലുണ്ട്. പ്ലേറ്റ് തുറന്നുള്ളത്. എനിക്ക് ഐസ്ക്രീം. പണിഷ്മെന്റ് ലൈമാണ്. അതായത് നിയമം ഞാൻ പറഞ്ഞു തരാം. ഫുഡ് മൊത്തം കഴിക്കണം. ജയിക്കേണ്ട ആള് ഇത് മൊത്തം കഴിക്കണം. കഴിച്ചതിന് ശേഷം 2 മിനിറ്റ് 2 മിനിറ്റ്സ് ഞാൻ ടൈം 2 മിനിറ്റ്സ് മിണ്ടാതെ ഇരിക്കണം. വെള്ളവും കുടിക്കാൻ പാടില്ല, ഒന്നും കഴിക്കാൻ പാടില്ല. 2 മിനിറ്റ്സ് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഐസ്ക്രീം കഴിക്കാവൂ. അപ്പോഴേ ടാസ്ക് കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പോ ടാസ്ക് തുടങ്ങാല്ലേ? ഞാൻ 3, 2, 1 എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന് ടൈമിംഗ് ഇല്ല. പക്ഷേ ഫസ്റ്റ് കഴിച്ച് തീരണം. 2 മിനിറ്റ് ഹോൾഡ് ചെയ്യണം. ഫസ്റ്റ് കഴിക്കണം. കഴിച്ച ഉടനെ 2 മിനിറ്റ് ഹോൾഡ്. ഒന്ന് വെള്ളമോ ഐസ്ക്രീമോ നാരങ്ങ ഒരെണ്ണം കഴിച്ചാൽ മതി. നിങ്ങളുടെ കപ്പാസിറ്റി. ഇതിന് കുറച്ച് ഉപ്പോ പഞ്ചസാര എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഒന്നും തരത്തില്ല. നമുക്ക് സ്റ്റാർട്ട് ആക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ റെഡി. 1, 2, 3 സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ കഴിച്ചു തുടങ്ങണം. ആദ്യം കഴിച്ചു തീരണം. 2 മിനിറ്റ് ഹോൾഡ്. 2 മിനിറ്റ് ഹോൾഡ് ചെയ്താൽ മാത്രമേ ഐസ്ക്രീം കഴിക്കാൻ പാടുള്ളൂ. ഓക്കെ, ദ ഗെയിം സ്റ്റാർട്ട് നൗ. എനിക്ക് ഒട്ടും എരിവ് ടോളറേറ്റ് ചെയ്യാൻ കഴിവില്ലാത്ത ഒരാളാണ്. നല്ല സ്പൈസി. ഞാൻ ഫസ്റ്റ് ആയിട്ടില്ലെങ്കിൽ എന്റെ ഫാമിലിക്കാണ് നാണക്കേടും. എന്തെങ്കിലും സംസാരിക്കും, ഞാൻ കഴിക്കാം. ആഗ്രഹമുണ്ട് സംസാരിക്കണം. ഇടയ്ക്ക് വെച്ചൊന്നും വെള്ളം കുടിക്കാൻ പാടില്ല. ഒന്നും പാടില്ല. ഇവിടെ എല്ലാം ചൂണ്ടി സൈഡ് ഫുൾ എരിവും. പക്ഷെ ഈ സ്ഥാനത്ത് വല്ല ഹണി അൽഫാം മന്തി ആയിരുന്നെങ്കിൽ ഫസ്റ്റ് കഴിച്ച് എടുക്കുമല്ലേ. വെള്ളം കുടിച്ചിട്ടോ? വെള്ളം കുടിച്ചാൽ ഞാൻ ഔട്ടാവും. കുഴപ്പമില്ല, ജീവിതമാണോ വല്ലത്. സത്യം പറഞ്ഞ സീരിയസ്ലി ഫ്രിഡ്ജിൽ ഞാൻ ചലഞ്ച് ഔട്ട് ആയിരിക്കുകയാണ്. ഇല്ല ഔട്ടല്ല, വന്നോണ്ടാണ്. ഇവിടെ ഹോസ്പിറ്റൽ എവിടെയാണ് ഞങ്ങൾക്ക് അറിഞ്ഞോട്. ഞാൻ പെട്ടെന്ന് കഴിച്ചോണ്ട്
ബാംഗ്ലൂരിൽ നല്ല ഹോസ്പിറ്റൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് എന്തായാലും പറ്റിപ്പോയി കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇത്രയും വിചാരിച്ചില്ല. മതി 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 മതി. വെള്ളം താ. അയ്യോ കുറച്ചുകൂടെ കുറച്ചുകൂടെ ചടങ്ങ് നടത്തുമ്പോൾ കുറച്ച് ആരോഗ്യമുള്ളവരെയൊക്കെ കൊണ്ടുവരണം കേട്ടോ. നെക്സ്റ്റ് ടൈം ആവട്ടെ. അടുത്ത നമ്മൾ ക്യാമറമാനെ കൊണ്ടുവരണം, എന്നാലും ഒരു പവർ ഉള്ളൂ. വെള്ളത്തിന് കുറവുള്ളതുകൊണ്ടാ. ഇനി കുടിച്ചൂടെ? അപ്പൊ വെള്ളം കുടിച്ചുകൊണ്ട് ഒരു പണിഷ്മെന്റ് കൂടെ ആഡ് ആയിട്ടുണ്ട്. 2 മിനിറ്റ് എന്ന് പറയുന്നത് അക്ഷയക്ക് മാത്രം 3 മിനിറ്റ് ആയിട്ട് ഹോൾഡ് ചെയ്യണം. ഓക്കെ. എന്റെ തെറ്റല്ലല്ലോ. യെസ്, ഇല്ല ഞാൻ എനിക്ക് ഇതാവും. ഫാസ്റ്റ് ആയിട്ട് കഴിക്കും. ഫാസ്റ്റ് ആയിട്ട് കഴിക്കും. ലേറ്റ് ആവുന്നതോറും എരി കൂടിക്കൊണ്ട് കൊറിയൻ നൂഡിൽസിന് മുന്നേ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പാക്കറ്റ് ഞാൻ 2 നേരം വെച്ചാണ് കഴിച്ചത്. സ്പൈസി ഇത് എത്ര ഉണ്ട്? ഒരു പാക്കറ്റിൽ കൂടുതലുണ്ടോ തോന്നുന്നു. യൂട്യൂബ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ചോളോ ചിപ്പ് കഴിഞ്ഞു വിചാരിച്ചു. മന്തി മന്തി വിത്ത് മയോണൈസ്. ഞാൻ തോറ്റ നാണക്കേടാണേ. ഞാൻ ബ്രേക്ക് എടുത്താലും ഞാൻ സംസാരിച്ചു. ഞാൻ കഴിച്ച ഉടനെ ടൈം എടുത്തോളണേ. വായന ഫുള്ള് ഇറക്കണേ. അക്ഷയ കഴിച്ച് കഴിഞ്ഞു. വായന ഫുള്ള് ഇറക്കണം. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ആയിട്ടുണ്ട് അക്ഷയ്ക്ക്. അഹങ്കാരം. യൂസ് ചെയ്യാൻ പാടില്ല. ഒന്നും യൂസ് ചെയ്യാൻ ടിഷ്യൂ അത് വെച്ചിട്ടില്ല. ക്യാമറ ഭയങ്കര മോശമാണ്. അക്ഷയ്ക്ക് 3 മിനിറ്റ് ഹോൾഡ് ചെയ്യണം. എനിക്ക് തോന്നുന്നു ആനിക്കായിരിക്കും പണിഷ്മെന്റ് കിട്ടുന്നത്. ആനി ഇല്ല, ടെക്നിക്കലി നീ ഫെയിൽ ആയിരിക്കണം. ഫസ്റ്റ് ഒരാൾ കഴിച്ച് കഴിഞ്ഞു അത് 3 മിനിറ്റ് ഹോൾഡ് ചെയ്യണം. പക്ഷെ എനിക്കൊരു അഹങ്കാരം ഉണ്ടാവും. ഫുഡ് ചലഞ്ച് ഞാൻ ജയിക്കുമെന്ന്. ഇവിടെ എത്രയാണ് എരിവ്? കഴിക്കണേക്കാളും കഴിച്ച് കഴിയുമ്പോഴാണ് ഐസ്ക്രീം ഉണ്ട്. ഇതാണ് പറഞ്ഞെങ്കിൽ ലിപ്സ്റ്റിക് ഇടൂലായിരുന്നു. എന്നെ നോക്കുന്നുണ്ടാ? ചൂടായിക്കൊള്ളൂല്ല. ഞാൻ വെള്ളം കുടിച്ചോട്ടാ. വെള്ളം കുടിച്ചാ വെള്ളം കുടിച്ച 3 മിനിറ്റ് ആവും. കറിയിൽ തന്നെ എന്തെങ്കിലും എരിവ് കൂടിയാ ഇനി സഹിക്കാൻ പറ്റും. ഞാൻ സ്പൈസി കഴിക്കുന്നതായിരുന്നു. പക്ഷെ എനിക്കൊരു വാശി ഉണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ആവുന്നു. ബട്ട് നെക്സ്റ്റ് ടൈം മന്തി. വേറെ എന്തിനെ പറ്റി ആലോചിച്ചേ? ടെക്നിക്കലി ആനി ഇതിൽ തോറ്റിരിക്കുകയാണ്. അപ്പോ ആനിക്ക് 3 മിനിറ്റ് ആയി. എനിക്ക് 2 മിനിറ്റ് കഴിഞ്ഞു. പക്ഷെ അക്ഷയാണ് ആദ്യം കഴിച്ചു കഴിഞ്ഞത്. ഐസ്ക്രീം അപ്പൊ ആദ്യം കഴിച്ച് ഡെഫിനറ്റ്ലി അക്ഷയ 3 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ആനിക്ക് നാരങ്ങ കഴിക്കാം. എനിക്കത് വേണ്ട. അപ്പൊ എനിക്ക് ഐസ്ക്രീം കഴിക്കാം എല്ലാ ടൈം. കാരണം ആനി ഇതില് കറക്റ്റ് ടൈം യൂസ് ചെയ്തിട്ടില്ല. അക്ഷയ വെള്ളം കുടിച്ച സമയത്തും ആനി വെറുതെ ഇരിക്കുകയായിരുന്നു. സംസാരിച്ച് വെള്ളം കഴിച്ച ആ സമയത്ത് ഒരു പ്ലസ് പോയിന്റ് ആണ് ചേച്ചിക്ക്. ആ ടൈമിൽ കഴിക്കാൻ എനിക്ക് ഇക്കളാണ് വന്നത്. ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല.
യെസ്. അപ്പം ചേച്ചി ഇത് കഴിക്കുന്ന സമയത്ത് എനിക്ക് ഐസ്ക്രീം കഴിക്കാമല്ലോ. പറ്റൂല. പക്ഷേ ഐസ്ക്രീം കഴിക്കുന്ന സമയത്ത് ചേച്ചിക്ക് നാരങ്ങ കഴിക്കാം. ഒരു 15 സെക്കൻഡ് കൂടെ ഉള്ളൂ. എനിക്ക് 15 സെക്കൻഡേ ഉള്ളൂ. ഇല്ല, 15 സെക്കൻഡ് കഴിയുമ്പോൾ നാരങ്ങ കഴിക്കാം. ഓക്കെ, അത് കുറച്ച് പഞ്ചസാര. ടെക്നിക്കലി ഞാൻ ജയിച്ചിരിക്കുകയാണ്. 2, 1. നിങ്ങളുടെ ആരെ എടുക്കണം? ഡെഫിനറ്റ്ലി എടുക്കണം. അപ്പൊ ഞാനാണ് തുടങ്ങിയത്. ചെറുത് വലുതൊന്നുമില്ല, എല്ലാവരും എനിക്ക് ഇഷ്ടമുള്ള യൂസ് ചെയ്യാം. കഴിക്കണം. ക്യാമറമാനാണ് കട്ട് ചെയ്ത് കൊണ്ടുവന്ന് വേണമെങ്കിൽ സെയിം സൈസിന് കട്ട് ചെയ്യാമായിരുന്നു. അപ്പൊ ഞാൻ ഇതേ കഴിക്കത്തുള്ളൂ. വിന്നറിന് തീരുമാനിക്കാം. പിന്നെ അത് കഴിക്കട്ടെ, കുഴപ്പമില്ല. അടുത്ത തവണ നമുക്ക് പണിഷ്മെന്റ് ഞാൻ ഇല്ല. എന്തായാലും അടുത്തതാണ് ഞാൻ പണിഷ്മെന്റ് കൊടുക്കൂ. ഓക്കെ, ഫുൾ കഴിക്കണം കേട്ടോ. ചുമ്മാ പിഴിഞ്ഞ് ഒഴിച്ചാൽ പിഴിഞ്ഞിങ്ങനെ പിഴിഞ്ഞ് ഒന്നിനെ കഴിക്കാം. ഫുൾ വയലുണ്ടല്ലോ. കുഴപ്പമില്ല. അതിനെക്കാട്ടി സ്പൈസി ചേർന്നത് പിഴിയുമ്പോൾ കണ്ണി തെറിക്കുന്നത്. അത് പിഴിഞ്ഞുകൊണ്ടോ ചൂടായിരുന്ന കഴിക്കണം. കഴിക്കേ പാലിട്ട് ചവയ്ക്കണം. ചലഞ്ച് ഏറ്റെടുക്കുമ്പോൾ അങ്ങനെയാണ്. ചലഞ്ചസ് ടെസ്സ കഴിക്കും. കുറച്ച് തരില്ല, ഐസ്ക്രീം കഴിച്ചപ്പോ നല്ലൊരു ആശ്വാസം. കണ്ണൊക്കെ ഓക്കെ, ആക്ച്വലി ഫുഡ് ചാലഞ്ച് എനിക്കൊരു പേടിയുള്ള ചാലഞ്ച് ആയിരുന്നു. കാരണം ചേച്ചി അത്യാവശ്യം കംപ്ലീറ്റ്. അതെ, പക്ഷെ എനിക്ക് ഐസ്ക്രീം കുടിക്കാലോ. ഇല്ല, ഐസ്ക്രീം കുടിക്കാൻ പാടില്ല. പിന്നെന്താ ജയിച്ച ആൾക്ക് എന്താ? വെള്ളം കുടിക്കാമോ? വെള്ളം കുടിക്കട്ടെ. പക്ഷെ ഐസ്ക്രീം കുടിക്കാൻ പാടില്ല. ഇല്ല, ഇപ്പൊ ലൈം കുടിച്ചതുകൊണ്ട് എരിവ് ബാലൻസ് ആയി, കുഴപ്പമില്ല. സോ ഈ ഫുഡ് ചാലഞ്ച് ഒഫീഷ്യലി ഞാൻ ജയിച്ചിരിക്കുകയാണ്. ഇനി ഇതുപോലെ ഫുഡ് ചാലഞ്ച് ഉണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫുഡ് കഴിക്കുന്നവരുടെ പാരമ്പര്യം തന്നെ കുഴപ്പമില്ല ഗായ്സ്. ഇനി ഫുഡ് ചാലഞ്ച് വരും. എനിക്ക് നല്ല ബിരിയാണി, മന്തി, ഇതൊക്കെ ഞാൻ സൂപ്പറായിട്ട് കഴിക്കും. ഞാനും കഴിക്കും. പുതിയ ചലഞ്ച് കാണുമോ നീ? അപ്പൊ ഫുഡ് ചലഞ്ച് മതി ഞങ്ങൾക്ക്. അപ്പൊ ഇനി ഇതുപോലെ ഒരുപാട് ഫുഡ് ചലഞ്ച്. ഞാൻ ഐസ്ക്രീം കുടിച്ചില്ല. ചേച്ചിക്കില്ല ഐസ്ക്രീം? അപ്പൊ ഇതാർക്ക് ഇനി ഒരെണ്ണം കൂടെ ഉള്ളൂ. അപ്പൊ ഇനി ഇതുപോലെ ഒരുപാട് ഫുഡ് ചാലഞ്ചുമായിട്ടും മറ്റൊരുപാട് ചാലഞ്ചസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. സോ യു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതെ, എന്നാലും നമ്മുടെ പുതിയ അപ്ഡേഷൻ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. യെസ്. അപ്പോൾ വെയിറ്റ് ആൻഡ് വാച്ച്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.